അന്ധകാരത്തിൽ നിന്നും മരണത്തിന്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു. കർത്താവേ, ഏതെങ്കിലും പരീക്ഷ, പ്രശ്നം, ഭാരം, കണ്ണുനീര് ഉള്ളവരൊന്ന് കൈപൊക്കിക്കേ. ഉള്ളവര് ഇപ്പൊ ഇതൊന്നും ഇല്ലാത്ത ചില യന്ത്രമനുഷ്യരുണ്ടാവൂടെ. എന്തു ചെയ്യണമെന്ന് വാ തുറന്നു പറ. ഇത് പറഞ്ഞാലുണ്ടല്ലോ ഇത് സംഭവിക്കും. എന്തു ചെയ്യണമെന്ന് ഇങ്ങനെ പിറുപിറുക്കുന്ന പോലെ പറഞ്ഞാൽ പിറുപിറുക്കുന്ന അനുഗ്രഹം കിട്ടുള്ളൂ. നാലോ ഓച്ചത്തിൽ പറയണം. പറഞ്ഞേ, നമ്മളിത് ചിന്തിക്കും തോറും നമ്മൾ ഇല്ലായ്മയിലേക്കും ഭയത്തിലേക്കും പോകും. അതുകൊണ്ടാ വചനം പറഞ്ഞത് ആദ്യം തന്നെ പറയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ നീ നിന്റെ കുറവിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. വീട്ടുകാര് കണ്ടത്, നാട്ടുകാര് കണ്ടത് ചീഞ്ഞഴിഞ്ഞാൽ ലാസറിന്റെ ശരീരം. പക്ഷേ ഈശോ കണ്ടത് ഏതാ? ഈ ദൈവജനത്തിന്റെ മുമ്പിൽ നിവർന്നു നിൽക്കുന്ന ലാസർ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും ഇത് ഏറ്റെടുത്തു. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ആരാധന. ഒരു നിമിഷം രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അഭിഷേകം ഇരട്ടിയായി അഭിഷേകം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരിലും അത്ഭുതകരമായി പ്രവർത്തിക്കുകയാണ്. പരിശുദ്ധാത്മാവെ, ഒരു പുത്തൻ അഭിഷേകം ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും നിറയ്ക്കണമേ. ആഗ്രഹിച്ചേ. ഓരോ വ്യക്തിയും ആഗ്രഹിക്കുക. ആഗ്രഹിക്കുന്നതനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ചൊരിയപ്പെടും. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഭാരം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ആ ഭാരത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, അത്ഭുതകരമായ ഒരു കൃപ ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതൊരു സമർപ്പണ ശുശ്രൂഷയാണ്. കർത്താവിന് നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവശക്തി നീ ആയിരിക്കുന്ന ഇടത്തേക്ക് കടന്നു വന്ന് നിന്നെ വിശുദ്ധീകരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഉള്ളുരുകി പ്രാർത്ഥിക്കുക. രോഗികളായിട്ടുള്ളവർ ആഗ്രഹിക്കുക, ഈശോയെ, ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായ രോഗശാന്തികൾ എൻ്റെ ശരീരത്തിൽ സംഭവിക്കണമേ. മനസ്സിൽ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട്. ദേ, കർത്താവിൻ്റെ ആത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ ഭാരത്തിൽ അത്ഭുതകരമായ ഒരു ദൈവകൃപ ഇടപെടുകയാണ്. വിശ്വസിക്കണം, പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ആത്മാവെ, ഈ ശുശ്രൂഷ സമയത്ത് ക്ഷീണം, അലസത, മടി, മരവിപ്പ് അത് മാറാൻ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്ത വണ്ണം വിഷമത്തിൽ കഴിയുക, ചില ഓർമ്മകളിൽ കുടുങ്ങിക്കിടക്കുക, ചില ബന്ധനങ്ങൾ കഴിയുക, ചില ബന്ധങ്ങൾ തന്നെ ബന്ധനങ്ങളായി മാറി പ്രാർത്ഥിക്കാൻ പറ്റാത്ത വണ്ണം ഞെരുങ്ങുന്നവരുണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കുക. ഈശോയെ, ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായൊരു കൃപ വെളിപ്പെടണമേ. ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായ കൃപ വെളിപ്പെടണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞു നിന്ന അതേ ദൈവശക്തി നമ്മുടെ മേൽ നിറയാൻ ആഗ്രഹിച്ച് ചേർന്നൊന്ന് പാടിക്കേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തി പാടിക്കേ. ആമേൻ. പ്രത്യേകം പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയിലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. പ്രത്യേകിച്ച് ഓർത്തോർത്ത് ദുഃഖിക്കുന്ന, ഭാരപ്പെട്ടിരിക്കുന്നവരെ പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കട്ടെ. വചനത്തിൻ്റെ ശക്തി അവരുടെ ഉള്ളിലോട്ട് കടന്നു ചെല്ലട്ടെ. ഓർത്തോർത്ത് ദുഃഖിക്കുന്നവർ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സംഭവിച്ച ചില പരാജയങ്ങളുടെ പേരിൽ, ചില തെറ്റായ തീരുമാനങ്ങളുടെ പേരിൽ ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന, ഓർത്തോർ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നവരെ ഇതാ ഈശോ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഇന്നലകളിലെ ഓർമ്മകളിലേക്ക്, കയ്പ് നിറഞ്ഞ അനുഭവങ്ങളിലേക്ക് ദേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് കടന്നു വരുന്നത്. ആഗ്രഹിച്ചെന്ന് പ്രാർത്ഥിച്ചേ. ശക്തിയേകി സ്ലീഹന്മാരിൽ ശക്തിയേകി
സങ്കീർത്തനം 107:14 അന്ധകാരത്തിൽ നിന്നും മരണത്തിന്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു, അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു. കർത്താവെ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതാ ഈ വ്യക്തികളുടെ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും സകല ബന്ധനങ്ങൾ കർത്താവെ അങ്ങ് പൊട്ടിച്ചെറിയണമേ. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, വല്ലാത്തൊരു മരവിപ്പ് തോന്നുന്നു, ഒന്നിനോടൊരു താല്പര്യം തോന്നുന്നില്ല, ഒരു ഉന്മേഷം തോന്നുന്നില്ല, ജീവിതത്തോട് തന്നെ വലിയ ഒരു ഭാരം. ഇതാ ആ ഭാരത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അപ്രകാരം ഭാരപ്പെട്ടിരിക്കുന്ന സകലരുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്ലീഹന്മാരിൽ ശക്തിയേകി സ്ലീഹന്മാരിൽ ശക്തിയേകി. പ്രത്യേകിച്ച് ഏതെങ്കിലും പാപ വഴികളിലൂടെ ജീവിതം നടത്തപ്പെട്ട് ഇന്ന് വിഷമിച്ച് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ റോമാലേഖനം 6-ാം അധ്യായം 13-ാം തിരുവചനം, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്, പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവിൻ. കർത്താവെ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഓൺലൈനിലോ ഓഫ്ലൈനിലോ ഏതെങ്കിലും വ്യക്തികളിൽ തങ്ങളുടെ ശരീരത്തിലെ ഏതെങ്കിലും പാപ അവസ്ഥയെ ഓർത്തുകൊണ്ട് വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇതാ ഈ ശുശ്രൂഷ സമയത്ത് ആ വ്യക്തികളിലേക്ക് ശക്തമായൊരു ദൈവശക്തി വെളിപ്പെടട്ടെ, ഒരു കാറ്റടിക്കട്ടെ, തീ കത്തുന്ന അഭിഷേകം അവരിൽ സംഭവിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോലെ ശക്തിയേകി സ്ലീഹന്മാരിൽ ശക്തിയേകി. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. ജ്ഞാനത്തിന്റെ പുസ്തകം 18-ാം അധ്യായം 22-ാം തിരുവചനം, അവൻ ക്രോധത്തെ ശമിപ്പിച്ചത് കായബലത്താലോ ആയുധ ശക്തിയാലോ അല്ല, ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദാനവും ഉടമ്പടിയും അനുസ്മരിച്ച് തന്റെ വചനത്താൽ അവൻ ശിക്ഷകനെ ശാന്തനാക്കി. വചനത്താൽ കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് വചനത്തിന്റെ അഭിഷേകം വെളിപ്പെടട്ടെ. മത്തായി സുവിശേഷം 8-ാം അധ്യായം 16-ാം തിരുവചനം, സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു. കർത്താവെ, ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് അപ്രകാരം വചനത്തിന്റെ ഒരു അഭിഷേകം സംഭവിക്കപ്പെടട്ടെ. മത്തായി 18:18, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. കർത്താവെ, ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന അഭിഷേക അധികാരത്താൽ ഈ ദൈവജനത്തെ വിശുദ്ധീകരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വചനത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള തിന്മകൾ ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ ശുശ്രൂഷ സമയത്ത് ആ മേഖലകളെ ഇതാ വിശുദ്ധീകരിച്ച് കെട്ടഴിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വലിയൊരു സ്വാതന്ത്ര്യം ഈ കൂട്ടായ്മയിലേക്ക് സംഭവിക്കപ്പെടട്ടെ, വലിയൊരു സ്വാതന്ത്ര്യം ഈ കൂട്ടായ്മയിലേക്ക് സംഭവിക്കപ്പെടട്ടെ. സക്കറിയ പ്രവചനം 2:5, ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിന്റെ മധ്യത്തിൽ അതിന്റെ മഹത്വമായിരിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ്, ഈ ശുശ്രൂഷ സമയത്ത് ഈ ദൈവജനത്തിന്റെ മേൽ ഈ വചനത്തിന്റെ അഭിഷേകം സംഭവിക്കപ്പെടട്ടെ. സക്കറിയ 9:8, ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും, ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല, എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. കർത്താവിന്റെ ആത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തികളുടെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ സമയം യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ദൈവമക്കളിലേക്ക് പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നെറ്റിയില് ഒരു കുരിശടയാളം വരച്ച് സ്വയം ആശീർവദിക്കുക. കരങ്ങൾ കൂപ്പുക. അൾത്താരിലേക്ക് നോക്കി ഉച്ചത്തിൽ പറഞ്ഞ്, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലതും ഇടതുമൊക്കെ നിൽക്കുന്നവർക്ക് സന്തോഷത്തോടെ പുഞ്ചിരിച്ചൊരു സ്തുതി കൊടുക്കാമോ?
ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വലിയ ഒരു സമ്പത്ത് പോലെ ഒരു ആത്മീയ സന്ദേശം നൽകുവാണ്. ഇതൊരു വലിയൊരു സമ്പത്താണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട. ഇത് കിട്ടിയാൽ അതിനെല്ലാത്തിനുള്ള ഉത്തരവുണ്ട്. അത് വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തുസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 13-ാം തിരുവചനമാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു വചനമാണ്. ഇത് നിങ്ങൾക്കും ഈ വചനം അറിയാവുന്നതാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വചനമാണ്. കാരണം ഇത് അത്രമേൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ, നമ്മളെ മുന്നോട്ട് നയിക്കാൻ ബലപ്പെടുത്തുന്ന ഒരു വചനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതെങ്കിലുമൊക്കെ ഒരു ഭാരമോ ഒരു അസ്വസ്ഥതയോ ഒരു വിഷമോ ഒക്കെ വരുമ്പോൾ ഈ വചനം, ഞാനത് എൻ്റെ ബുക്കിൽ മാത്രമല്ല അവിടെ എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. ഇടയ്ക്ക് ഈ വചനം ഒന്നങ്ങോട്ട് നോക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ വലിയ സമാധാനം കിട്ടും. അപ്പം അതുകൊണ്ട് ഈ വചനം പഠിക്കണം. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തുസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 13-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ്, ഫസ്റ്റ് ലെറ്റർ, ചാപ്റ്റർ 10 വേഴ്സ് 13, 13-ാം വചനം ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെ ഒച്ചത്തിൽ പറയണം കേട്ടോ. മനുഷ്യ സാധാരണമല്ലാത്ത ഒച്ചത്തിൽ പറഞ്ഞോ, മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതെങ്കിലുമൊക്കെ ഞെരുക്കം, അസ്വസ്ഥത, ഭാരം മനസ്സിൽ വരുമ്പോൾ ഞാൻ ഈ വചനം അങ്ങോട്ട് എടുത്തു പിടിക്കും. എന്നിട്ട് ഈ വചനം ഞാൻ എന്നോട് തന്നെ പറയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ശുശ്രൂഷ സമയത്ത് നിങ്ങൾ കടന്നു പോകുന്ന ഏതൊരു മാരകമായ വലിയ കുഴിക്കകത്തോ ഏത് വലിയ പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, ഇത് നിങ്ങളെടുത്തോ. ഇതൊരു വലിയൊരു സമ്പത്താണ്. 1 കൊറിന്തോസ് 10-ാം അധ്യായം 13-ാം തിരുവചനം. വലതുകര ഉയർത്തിയ വചനം ഏറ്റു പറയാം. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഈ വചനം എന്നിൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, വചനം പറയുവാണ്, പ്രലോഭനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ടെംപ്റ്റേഷൻ എന്ന അർത്ഥത്തിലല്ല. പ്രലോഭനങ്ങൾ, പരീക്ഷകൾ, പ്രശ്നങ്ങൾ, രോഗങ്ങൾ, അതെല്ലാം ഈ ഒറ്റ വാക്കിൻ്റെ അകത്തുള്ളതാ. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പരീക്ഷയും ഒരു പ്രശ്നവും നിനക്ക് നേരിട്ടിട്ടില്ല. പറഞ്ഞേ ആമേൻ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇത് വിശ്വസിച്ചോണം. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ചില പ്രതിസന്ധിയിൽ നിങ്ങൾ ചിന്തിക്കുവാണ്, ദൈവമേ, ഇതെനിക്ക് മാത്രമാണല്ലോ, എൻ്റെ കുടുംബത്തിന് മാത്രമാണല്ലോ. അങ്ങനെയല്ല ചേട്ടാ. മനുഷ്യ സാധാരണമല്ലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പോലെ തന്നെ ചുറ്റുവട്ടത്തും പല ഇടങ്ങളിലും ഇത് സംഭവിക്കുന്നുണ്ട്. ഇത് മനുഷ്യ സാധാരണമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് വചനം പറയുന്നത് ദൈവം വിശ്വസ്തനാണ്. നമ്മള് പറ, എന്താ വായിന്നൊന്നും വീഴുന്നില്ലല്ലോ. നമ്മള് വലിയ വിശ്വസ്തരൊന്നും അല്ല. ഉള്ള കാര്യം പറയാമല്ലോ, നമ്മൾ വലിയ വിശ്വസ്തരൊന്നും അല്ലെന്ന്. ഈ ഇരിക്കുന്ന ഇരിപ്പ് മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ സ്വഭാവമൊക്കെ മാറും അല്ലേ? അതേന്ന് സത്യമായ കാര്യം. നമ്മളിത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇരിക്കുന്നത്. പക്ഷേ വചനം പറയുന്നു, ആര് വിശ്വസ്തനാണ്? ദൈവം വിശ്വസ്തനാണ്. നമ്മൾ വിശ്വസ്തരൊന്നുമല്ല, പക്ഷേ ദൈവം വിശ്വസ്തനാണ്. എന്നിട്ടൊരു കാര്യം പറയുവാണ്, നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ, പ്രശ്നങ്ങൾ, പരീക്ഷകൾ, രോഗങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രലോഭനങ്ങൾ, പ്രശ്നങ്ങൾ, പരീക്ഷകൾ, രോഗങ്ങൾ, ഭാരങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒച്ചത്തിൽ ഒരു ആമേൻ പറഞ്ഞേ. കരങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചോ, കണ്ണടച്ച് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന പരീക്ഷ, പ്രശ്നം, വിഷമം, ഭാരം, കണ്ണുനീര് എന്തിനെ കുറിച്ചാണ്? കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, പരീക്ഷ അങ്ങ് അനുവദിച്ചാൽ പരിഹാരം എനിക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയിട്ടുണ്ട്. വിശ്വസിച്ചോ. ഓരോരുത്തരും ഉള്ളിൻ്റെ ഉള്ളിൽ പറ, പരീക്ഷ എനിക്ക് വേണ്ടി ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പരിഹാരം എനിക്കുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കുണ്ട്. ഓരോരുത്തരും ഉള്ളിൻ്റെ ഉള്ളിൽ പറ, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്ക് ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് വിശ്വസിച്ച് പറഞ്ഞോ. നീ ഏത് ഞെരുക്കത്തിലാണെങ്കിലും, ഒരു പക്ഷേ ഉറക്കം കിട്ടാത്തവരിപ്പുണ്ട് ചില വിഷയങ്ങളെക്കുറിച്ച് ഓർത്ത്, മകളെക്കുറിച്ചും മകനെക്കുറിച്ചും ഓർത്തോർത്ത്, വീടിനെക്കുറിച്ച് ഓർത്തോർത്ത്, സാമ്പത്തിക കടബാധ്യതയെക്കുറിച്ച് ഓർത്തോർത്ത്, ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങണമെന്നറിയാതെ വിഷമിച്ചുകൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടവര്, ഭാരപ്പെട്ടവര്, ആലോചിച്ച് വിഷമിച്ചവര്, രോഗികളായിട്ടുള്ളവരുണ്ട്. ദേ കരങ്ങൾ ഉയർത്തി നീ ഈ ശുശ്രൂഷ സമയത്ത് വിശ്വസിക്കൂ. ദൈവം വിശ്വസ്തനാണ്. നിന്റെ ശക്തിക്കതീതമായ പ്രലോഭനം, പ്രശ്നം, കണ്ണുനീരുണ്ടാകാൻ അനുവദിക്കുകയില്ല. ഒരു പരീക്ഷയുണ്ടായാൽ, ഒരു പ്രശ്നമുണ്ടായാൽ അവയെ അതിജീവിക്കാൻ വേണ്ട കരുത്ത് നിനക്കുണ്ട്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരീക്ഷ അനുവദിച്ചാൽ പരിഹാരമുണ്ട്. വിശ്വസിച്ച് പറഞ്ഞേ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ ആമേൻ. പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ഒന്ന് പാടിക്കേ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതി. ഒന്നും കൂടെ പഠിക്കേ. പരീക്ഷ അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ആമേൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. ആമേൻ. എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. ആമേൻ. എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങോട്ട് നോക്കിക്കേ. പരീക്ഷയുണ്ടോ, അവിടെ പരിഹാരമുണ്ട്. നിനക്ക് പരീക്ഷയുണ്ടോ, നിനക്കൊരു പ്രതിസന്ധി ഉണ്ടോ, ഉണ്ടെങ്കിൽ ഓർത്തോണം, അവിടെ എന്തുണ്ട്? പരിഹാരമുണ്ട്. എന്തുണ്ട്? പലഹാരമല്ല, പരിഹാരം. പറഞ്ഞ വാക്ക് പറഞ്ഞേ. പരിഹാരം. നിനക്കൊരു പ്രതിസന്ധി ഉണ്ടോ, ഉണ്ടെങ്കിൽ ഓർത്തോണം, അതിൻ്റെ ഒത്ത നടുവിൽ ഒരു പരിഹാരവും ഉണ്ട്. പറ ആമേൻ. ആമേൻ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, പരീക്ഷയുണ്ടോ, പരിഹാരവും ഉണ്ട്. പറഞ്ഞു കൊടുത്തേ. പരീക്ഷയുണ്ടോ, കൈ കൊടുത്തോണ്ട് പറ. അതൊരു ശുശ്രൂഷയാണ്. അപ്പം ഇരിക്കുന്ന ചിലപ്പോൾ ആത്മാവ് ചിലപ്പോൾ വല്ലാതെ വിഷമിച്ചിരിക്കുമായിരിക്കും. നീ ഒന്ന് കൈ കൊടുത്തോണ്ട് പരീക്ഷയുണ്ടോ, പരിഹാരമുണ്ട് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ആ വ്യക്തിയുടെ ഉള്ളിൽ അതങ്ങോട്ട് കിട്ടും. അതിനാ പറഞ്ഞത് അടുത്തിരിക്കുന്നവരോടൊക്കെ പറഞ്ഞു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലിയൊരു പ്രലോഭനത്തിലോ പ്രതിസന്ധിയിലോ പരിഹാരമില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരിക്കും ഏതെങ്കിലും ഒരു വിഷയത്തില്. അപ്പോഴാണ് നമ്മൾ ഒരാൾക്ക് കൈ കൊടുത്തോണ്ട് പരീക്ഷയുണ്ടോ, പരിഹാരമുണ്ട് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഉള്ളിൽ അത് സംഭവിക്കും. ഒരു 2 പേർക്കും കൂടെ കൊടുത്തേ, കൈ കൊടുത്തേ. അടുത്തിരിക്കുന്നവർ കൈ കൊടുത്തോണ്ട് മുഖത്ത് നോക്കി പറഞ്ഞേ, പരീക്ഷയുണ്ടോ, അവിടെ പരിഹാരമുണ്ട്. പരീക്ഷയുണ്ടോ, അവിടെ പരിഹാരമുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഏതെങ്കിലും പരീക്ഷ, പ്രശ്നം, ഭാരം, കണ്ണുനീര് ഉള്ളവരൊന്ന് കൈപൊക്കിക്കേ. ഉള്ളവര്. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ചില യന്ത്രമനുഷ്യരുണ്ടാവും ഇവിടെ. ബാക്കി ഒരുമാതിരി മനുഷ്യരാണോ, എല്ലാവർക്കും ഉണ്ട്. കൈ ഉയർത്തിയവർ ഓർത്തോണം, എന്തുണ്ട് ഇതിൻ്റെ അപ്പുറത്ത്? പറ, വാ തുറന്നു പറ. ഇതിനൊരു പരിഹാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ചിലരുടെ ചിന്ത ഇതോടുകൂടെ എൻ്റെ ജീവിതം തീർന്നു. അങ്ങനെയല്ല. ഇതിനൊരു പരിഹാരമുണ്ട്. നമ്മുടെ ബുദ്ധിയിൽ കാണുന്നില്ല, പക്ഷെ സത്യമായും ഇതിനൊരു പരിഹാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ വിശ്വസിക്കണം. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ആവർത്തിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഞാൻ ഇന്ന് കടന്നു പോകുന്ന ഈ അവസ്ഥ, ഇതിനൊരു പരിഹാരമുണ്ട്. എന്താ നമുക്കറിഞ്ഞുകൂടാ.
നമ്മുടെ ബുദ്ധിയിലില്ല, പക്ഷെ ഇതിനൊരു പരിഹാരം ഉണ്ട്. പറ ആമേൻ, ആമേൻ, ആമേൻ. കാരണം നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ചില വഴികളുണ്ട്, നമ്മുടേതായ ബുദ്ധിയിലെ ചില വഴികളുണ്ട് അല്ലേ? അപ്പൊ അതും പിടിച്ചോണ്ടിരിക്കുവാണ്. ഇത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാവും, അത് ശരിയാവുന്നില്ല. പക്ഷെ ഇതല്ല, ഇതിനപ്പുറം ദൈവം ഒരു കൃത്യമായ ഒരു വഴി നിനക്ക് വേണ്ടി തുറക്കും. പ്രൈസ് ദി ലോർഡ്. 38 വർഷമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടുന്ന തളർന്നു കിടക്കുന്ന രോഗി, 38 വർഷം അവന്റെ മുമ്പിൽ ഈശോ ചെന്നിട്ട് ചോദിച്ചു, എടാ നീ രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? അപ്പൊ ഈ കിടക്കുന്നവൻ കൊടുക്കുന്ന ഉത്തരം എന്താണെന്നറിയാവോ? കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല, ഞാൻ എത്തുമ്പോഴേക്കും വേറെ പലരും എത്തിയിരിക്കും എന്ന് പറഞ്ഞാൽ 38 വർഷമായിട്ട് ഇവന്റെ മുമ്പിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഏത് വഴി? ഞാൻ രക്ഷപ്പെടണമെങ്കിൽ ഈ കുളത്തിലിറങ്ങണം. ഇതാണ് അവന്റെ മുമ്പിൽ അവൻ കണ്ടെത്തിയിരിക്കുന്ന വഴി. എന്നാൽ ഈശോ പറയുവാണ്, എടാ നീ ഇത്രയും നാളും ചിന്തിച്ചതല്ല യഥാർത്ഥ വഴി. നീ 38 വർഷമായിട്ട് ചിന്തിക്കാത്ത മറ്റൊരു വഴി നിന്റെ മുമ്പിലുണ്ട്. അതാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിലരിതിങ്ങനെ എണ്ണി പറയും, എനിക്കറിയാം അല്ലേ? ചിലർ എണ്ണി പറയും, അച്ഛനിത് പറയാൻ എളുപ്പമാണ്, പക്ഷെ ഇത്രയും വർഷമായി ഇതാണ് അവസ്ഥ, ഇങ്ങനെയൊക്കെയായി, ഇനി എന്ത് ചെയ്യും? പക്ഷെ ഒരു കാര്യം വിശ്വസിച്ചോ, ഈ പോട്ടാശ്രമത്തിൽ നിങ്ങൾ ഇത് ഏറ്റെടുത്തോ, പരീക്ഷയുണ്ടോ, പ്രശ്നമുണ്ടോ, അതിന് ഒരു പരിഹാരം ഉണ്ട്. സ്വർഗ്ഗത്തിൽ പറ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവർ, ഇത് അല്പം കൂടെ നന്നായി മനസ്സിലാക്കുവാൻ നമ്മുടെ മുമ്പിലേക്ക് ഉൽപ്പത്തി പുസ്തകം ഒരു സുന്ദരമായിട്ടുള്ളൊരു സംഭവം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം, അധ്യായത്തിന്റെ തലക്കെട്ട് തന്നെ അബ്രാഹത്തിന്റെ ബലി എന്നാണ്. എന്താണ്? അബ്രാഹത്തിന്റെ ബലി. പ്രൈസ് ദി ലോർഡ്. അബ്രാഹത്തിന്റെ ബലിയിൽ അബ്രാഹം, നമുക്ക് ഇതിന്റെ സംഭവങ്ങളെല്ലാം നന്നായിട്ട് അറിയാവുന്നതാണ്, അതുകൊണ്ട് വിശദീകരിക്കേണ്ടതില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ഇതിൽ നിന്ന് പഠിക്കാൻ പോവാണ്. അബ്രാഹം തൻ്റെ മകന്റെ പേര് ഇസഹാക്ക്. ഈ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് ഏത് മല? മോറിയ മലയിലേക്ക് ഇങ്ങനെ പോവാണ്. മോറിയ മല എന്തിനാണ് പോകുന്നത്? ആരെ ബലിയർപ്പിക്കാൻ? ഇതാണ് ചോദ്യം. മകനെ ബലിയർപ്പിക്കാനാണല്ലോ, അല്ലേ? അങ്ങനെയല്ലേ അബ്രാഹം ഇസഹാക്കിന് ബലിയർപ്പിക്കാൻ. എന്നാൽ പോകുന്ന വഴിയിൽ ഒരു ചോദ്യം ഇടയ്ക്കിടയ്ക്ക് ഈ ഇസഹാക്ക് ചോദിക്കും. ഏതാ ചോദ്യം? 8-ാം തിരുവചനം ഒന്ന് വായിച്ചേ. 22-ാം അധ്യായം 8-ാം തിരുവചനം 22:8. ഒരു നല്ല ഉത്തരം വായിക്കാം കേട്ടോ. 7-ാം വചനമാണ് ചോദ്യം. ഈ ചോദ്യം വായിച്ചോ, അപ്പൊ നമുക്ക് ഉത്തരം കൂടെ കിട്ടും. വായിക്കാം. 7-ാം വചനം. ഇസഹാക്ക് തന്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു, പിതാവേ, എന്താ മകനെ? അവൻ വിളി കേട്ടു. ഇസഹാക്ക് പറഞ്ഞു, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? ഇതാണ് ചോദ്യം. തീയുണ്ട്, വിറകുണ്ട്, അപ്പോൾ ദഹനബലിക്കുള്ള കുഞ്ഞാട്, ദഹനബലിക്കുള്ള ഇര എവിടെ? അപ്പൊ അബ്രാഹാം കൊടുക്കുന്ന ഒരു ഉത്തരവുണ്ട്. വായിച്ചേ. അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. ദൈവം തന്നെ തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. എന്റെ കൂടെ ഒന്ന് ഏറ്റു പറയോ, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് അബ്രാഹാം മലമുകളിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം നിറഞ്ഞ ഒരു നിമിഷത്തിൽ കണ്ണുനീരോടെയാണ് യാത്ര. കാരണം വർഷങ്ങൾ കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞാണ്. വർഷങ്ങൾ കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞ് അത്രമേൽ ഒരപ്പൻ്റെ വിഷമമാണ്, അത്രമേൽ വലിയൊരു അപ്പൻ്റെ വിഷമം. ഈ അപ്പൻ ഈ മകനെയും കൊണ്ട് ഈ മോറിയ മലയിലേക്ക് പോകുമ്പോൾ മകന്റെ ചോദ്യം ചങ്ക് പെടയുന്ന ചോദ്യമാണ്. അപ്പാ, വിറകുണ്ട്, തീയുണ്ട്, എല്ലാം ഉണ്ടല്ലോ, പക്ഷേ കുഞ്ഞാടെവിടെ? അപ്പോൾ അപ്പൻ കൊടുക്കുന്ന മറുപടിയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പഠിക്കേണ്ട മറുപടി. എന്താണ് മറുപടി? കുഞ്ഞാടിനെ ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ദൈവം തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനുദിന ജീവിതത്തിലെ ചോദ്യമാണ്.
ഇതിങ്ങനെ പ്രശ്നമാണല്ലോ. എവിടെ ഉത്തരം? എവിടെ ഉത്തരം? ഇത് എങ്ങനെ എവിടെ ചെന്ന് അവസാനിക്കും? എങ്ങനെ ചെന്ന് അവസാനിക്കും? എവിടെ ഉത്തരം? ബൈബിള് പറയുന്നു ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് പറ, പ്രശ്നമുണ്ടോ? പരിഹാരമുണ്ട്. ദൈവം തരും. പറഞ്ഞു കൊടുത്തേ. പരിഹാരമുണ്ട്. ദൈവം തരും. ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. യാത്ര മുന്നോട്ട് നീങ്ങി മോറിയാമലയിൽ എത്തിയപ്പോൾ 22-ാം അധ്യായം അതിന്റെ 14-ാം തിരുവചനത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. 14-ാം തിരുവചനം, ഇതാണ് നമ്മൾ പഠിക്കേണ്ട വചനം. വായിച്ചോ. അബ്രാഹം ആ സ്ഥലത്തിന് യാഹീരേ എന്ന് പേരിട്ടു. കർത്താവിന്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുമെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. യാഹ്വേ ഇരേ, യഹോവ ഇരേ. യഹോവ, യഹോവ പറഞ്ഞേ. യഹോവ ഇരേ. ഇരേ എന്ന് പറഞ്ഞ ഇരേ. ഇരേ, യഹോവ ഇരേ. അത് ഒറ്റ വാക്കാണ് അല്ലെ? യഹോവ ഇരേ. ഇരേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുക എന്നാണ് അർത്ഥം. ഒരു ഹീബ്രു വാക്കാണ് കാണുക. പറഞ്ഞ കാണുക, കാണുക. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അതായത് കാണുക എന്ന് പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉപയോഗിക്കുന്നത് മുൻകൂട്ടി കണ്ട് ഒരുക്കുന്ന ഒരു കാര്യത്തെയാണ്. മുൻകൂട്ടി കണ്ട് ഒരുക്കുന്ന ഒരു കാര്യം. അതാണതേ അബ്രാഹം അതിന് ആ മലയ്ക്ക്, അബ്രാഹം ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ടു. കർത്താവിന്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. യഹോവ ഇരേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിന്റെ അർത്ഥം കർത്താവ് പ്രദാനം ചെയ്യും. പറഞ്ഞേ, യഹോവ ഇരേ. വാ തുറന്ന് പറ, യഹോവ ഇരേ. ഇത് പറയണം കേട്ടോ. ഇന്ന് ഈ ദിവസം നമ്മൾ സ്വയം പ്രാക്ടീസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവം പ്രദാനം ചെയ്യും കേട്ടോ. ദൈവം പ്രദാനം ചെയ്യും. അതാണ് അബ്രാഹം നമ്മുടെ മുമ്പിൽ വലിയ ഒരു പാഠമായി പഠിപ്പിക്കുകയാണ്. പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുന്നോ, വിഷമത്തിന്റെ മുമ്പിൽ നിൽക്കുന്നോ, നീ വിശ്വസിക്കൂ, നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ദൈവം പ്രദാനം ചെയ്യും. കർത്താവ് പ്രദാനം ചെയ്യും. യഹോവ ഇരേ, ദൈവം പ്രദാനം ചെയ്യും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് നമ്മളോട് തന്നെ പറയണം. അബ്രാഹത്തിന്റെ വിശ്വാസം അത് ഹൃദയത്തിലോട്ട് സ്വീകരിച്ചുകൊണ്ട് നമ്മളോട് തന്നെ പറയണം, ദൈവം പ്രദാനം ചെയ്യും. ദൈവം പ്രദാനം ചെയ്യും. യെസ്, ദൈവം എനിക്ക് പ്രദാനം ചെയ്യും. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന രോഗികളുണ്ടോ? ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, എൻ്റെ ദൈവം എന്നെ സൗഖ്യപ്പെടുത്തും. ദൈവം എനിക്ക് പ്രദാനം ചെയ്യും. വിശ്വസിക്കണം. ഓരോരുത്തരും അത് ഏറ്റെടുക്കണം. സാമ്പത്തിക ഞെരുക്കത്തിൽ കഴിയുന്നവരുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുക, എൻ്റെ ഈ പ്രതിസന്ധിക്ക് ഒരു ഉത്തരമുണ്ട്. ദൈവം എനിക്ക് പ്രദാനം ചെയ്യും. ദൈവം എനിക്ക് പ്രദാനം ചെയ്യും. മകനെയോർത്തും മകളെയോർത്തും ഭാരപ്പെടുന്ന അനേക മാതാപിതാക്കളുടെ ഇവിടെയുണ്ട്. കരങ്ങൾ ഉയർത്തി വിശ്വസിക്കൂ, എൻ്റെ ദൈവം പ്രദാനം ചെയ്യും. എൻ്റെ ദൈവം പ്രദാനം ചെയ്യും. വിവാഹ തടസ്സം ഭാരപ്പെട്ടിരിക്കുന്നവരെ, ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. കുഞ്ഞില്ലാത്തതിന്റെ ദുഃഖം വിശ്വസിക്കുക, ദൈവം പ്രദാനം ചെയ്യും. ജോലിയുടെ ഭാരം ദൈവം പ്രദാനം ചെയ്യും. ഏതെങ്കിലും ബന്ധ തകർച്ചകൾ, നിങ്ങളെ ആരെങ്കിലും പറ്റിച്ചു, ചതിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടമായി, എന്നാൽ വിശ്വസിക്കൂ, നഷ്ടപ്പെട്ടത് ദൈവം തിരിച്ചു നൽകും. നിന്റെ ദുഃഖം സന്തോഷമാക്കി മാറ്റും. ഇത് വചനമാണ്, ഇത് നിനക്കുള്ള ദൂതാണ്. നീ അത് ഏറ്റെടുക്കുക. നിന്റെ ദുഃഖം സന്തോഷമായിട്ട് മാറും. ദൈവം നിനക്ക് വേണ്ടി പ്രദാനം ചെയ്യും. യഹോവ ഇരേ, യഹോവ ഇരേ. ഇത് സംഭവിക്കും, നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ച് നീ വിശ്വസിച്ചോ. ഇത് നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഓ ദൈവമേ, അബ്രാഹത്തിൽ സംഭവിച്ചതുപോലെ വലിയൊരു ദൈവ പ്രവൃത്തി എന്നിൽ സംഭവിക്കട്ടെ. അബ്രാഹത്തിൽ സംഭവിച്ചതുപോലെ, അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായതുപോലെ എന്റെ ജീവിതത്തിലും ദൈവമേ അങ്ങ് പ്രദാനം ചെയ്യണമേ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവേ അങ്ങ് പ്രദാനം ചെയ്യും. ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ദൈവം പ്രദാനം ചെയ്യും. യഹോവ ഇരേ. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പറ, ഇത് ദൈവം എനിക്ക് പ്രദാനം ചെയ്യും. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ലെങ്കിലും കർത്താവ്, ഞാനത് വിശ്വസിക്കുന്നു.
ദൈവം എനിക്ക് ഇത് പ്രദാനം ചെയ്തു തരും, എനിക്കിത് തരും. യെസ്, ഐ ബിലീവ് ആൻഡ് ഐ ക്ലെയിം. കർത്താവെ, വർഷങ്ങൾക്ക് മുമ്പ് അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായതുപോലെ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വ്യക്തിബന്ധത്തിൽ, എൻ്റെ ജീവിതാനുഭവങ്ങളിൽ കർത്താവ് ഞാനിത് വിശ്വസിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു. കർത്താവെ, ശ്രദ്ധി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം പ്രദാനം ചെയ്യും. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, ദൈവം നിനക്ക് പ്രദാനം ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവം നമ്മുടെ മുമ്പിൽ ഒരു പരീക്ഷ ഒരുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവം ഒരു പരീക്ഷ ഒരുക്കുമ്പോൾ അതിനുള്ള പരിഹാരവും ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം. പിടികിട്ടിയോ? ദൈവം, അതായത് അബ്രാഹം ഈ ഭാരവുമായിട്ട് ദേ മലയുടെ ഒരു വശത്തു നിന്ന് മുകളിലോട്ട് കയറുമ്പോൾ നമ്മൾ ഓർക്കണം, മലയുടെ അപ്പുറത്ത് വശത്ത് ദൈവം ദേ ഈ അബ്രാഹത്തിന്റെ, ഇസഹാക്കിന്റെ ജീവിതത്തിൽ ഇടപെടുന്നതിനുള്ള ഉത്തരവുമായിട്ട് അബ്രാഹത്തിന് മുമ്പേ ആ മലയുടെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ദൈവം. പ്രൈസ് ദി ലോർഡ്. നീ ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുമായിരിക്കും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങൾ ഇങ്ങനെ ഭാരപ്പെട്ട് ഇങ്ങനെ മലമുകളിലേക്ക് വിഷമിച്ച് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രശ്നത്തിനുള്ള പരിഹാരവുമായിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്നും നിന്റെ ദൈവം നിന്റെ പ്രശ്നത്തിനുള്ള പരിഹാരവും എത്തിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഇത് വിശ്വസിക്കുന്നവർക്കും അനുസരിക്കുന്നവർക്കും മാത്രമേ അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. അതാണ് അതിന്റെ കുഴപ്പം. അവിടെയാണ് നമ്മുടെ പ്രശ്നം. വിശ്വസിക്കുന്നവർക്കും അനുസരിക്കുന്നവർക്കും മാത്രമേ ഇത് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ 100 തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് പിറുപിറുത്ത് കുറ്റം പറഞ്ഞ് പരാതിയും പറഞ്ഞ് ജീവിക്കും. വിശ്വസിക്കുന്ന വ്യക്തിക്ക് ഇത് അനുഭവിക്കാൻ പറ്റും. അനുസരിക്കാൻ തയ്യാറാണോ, ഇത് നമ്മൾ അനുഭവിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഒരു പ്രശ്നമുണ്ടോ, അതിന് പരിഹാരവുമുണ്ട്. പറഞ്ഞേ ആമേൻ, ആമേൻ. ഇതല്പം കൂടെ നന്നായി മനസ്സിലാക്കാൻ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 6-ാം തിരുവചനം ഒന്ന് വായിച്ചേ. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 6 വേഴ്സ് 6. 6:6. യോഹന്നാൻ 6:6. നമുക്കറിയാവുന്നൊരു വചനഭാഗമാണ്. 6-ാം അധ്യായത്തിന്റെ ഹെഡിങ് നോക്കിക്കേ. എന്താ ഹെഡിങ് എന്ന് കണ്ടോ? അപ്പം വർദ്ധിപ്പിക്കുന്നു. അപ്പം വർദ്ധിപ്പിക്കുന്നു. കണ്ടോ, അപ്പം വർദ്ധിപ്പിക്കുന്നു. അതായത് ഇങ്ങോട്ട് നോക്കിക്കേ, ശ്രദ്ധിച്ചിരുന്നേ, നിവർന്നിരുന്നേ. അതായത് ഈശോ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ജനം ഇങ്ങനെ തടിച്ചുകൂടിയിരിക്കുന്നു. 1ഉം 2ഉം അല്ല, 5000-10,000 ജനം ഇരിക്കുന്നു. അപ്പൊ ഇവരുടെ ഇരിപ്പ് കണ്ടിട്ട് ശിഷ്യന്മാർക്കും വിഷമം, ഈശോയ്ക്കും വിഷമം. എന്തെങ്കിലും കൊടുക്കണ്ടേ? എന്താ കൊടുക്കണ്ടേ? അപ്പൊ ഉടനെ ഈശോ അവരോടൊരു കാര്യം പറയും, നിങ്ങൾ എന്തുണ്ടെന്ന് നോക്കാൻ പറയും. 6-ാം അധ്യായം 6-ാം തിരുവചനം ഒന്ന് വായിച്ചേ. 6-ാം അധ്യായം 6-ാം തിരുവചനം. അവനെ പരീക്ഷിക്കാനാണ് യേശു ചോദിച്ചത്. അവരെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. അടുത്ത വചനം. എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. അത് ശ്രദ്ധിച്ചേ, ഇങ്ങോട്ട് നോക്കിക്കേ, എന്റെ കൂടെ പറയോ. എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. ആമേൻ. ഒന്നും കൂടെ പറഞ്ഞാലോ. എന്തു ചെയ്യണമെന്ന് വാ തുറന്നു പറ. ഇത് പറഞ്ഞാലുണ്ടല്ലോ ഇത് സംഭവിക്കും. എന്തു ചെയ്യണമെന്ന് ഇങ്ങനെ പിറുപിറുക്കുന്ന പോലെ പറഞ്ഞാൽ പിറുപിറുക്കുന്ന അനുഗ്രഹം കിട്ടുള്ളൂ. നല്ല ഓച്ചത്തിൽ പറയണം. പറഞ്ഞേ, എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. ഹല്ലേലൂയാ. ഒരു പ്രതിസന്ധിയാണ്. എന്ത് പ്രതിസന്ധി? മുമ്പിലിരിക്കുന്ന ജനക്കൂട്ടി ഇവർക്ക് ഇത് എവിടുന്നെടുത്ത് കൊടുക്കും? ചോദ്യം. ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. എന്നാൽ ബൈബിളിൽ ഒരു കുഞ്ഞു കാര്യം എഴുതി വെച്ചിരിക്കുന്നു. എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഏതൊരു പ്രതിസന്ധിയും നിങ്ങൾ ഓർത്തോണേ. നിങ്ങൾ ചെന്ന് നിൽക്കുന്ന കടല്, നമ്മൾ ചിന്തിച്ച് ഇസ്രായേൽ ജനം മുമ്പിൽ നിൽക്കുക. എവിടെയാ മുമ്പിൽ എന്നറിയോ? ചെങ്കടലിന്റെ മുമ്പിലാണ് നിൽക്കണം നിപ്പ്. നിങ്ങളൊന്ന് മനസ്സിൽ കണ്ട, ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുന്ന ഇസ്രായേൽ ജനം. ഷെടാ, ഈ ഇസ്രായേൽ ജനത്തെ ഈ ചെങ്കടലിന്റെ മുമ്പിലേക്ക് എത്തിച്ചത് ആരാ?
അല്ല ഇവർക്ക് തോന്നിയതുപോലെയാണോ യാത്ര ചെയ്തെത്തിയത്? അന്ന് വല്ല ഗൂഗിൾ മാപ്പ് ഉണ്ടോ? ഇല്ലെന്ന്. അപ്പൊ ഇവർ യാത്ര ചെയ്തത് മുഴുവൻ ദൈവം പറഞ്ഞിട്ടല്ലേ? അല്ലേ? മേഘം ഉയരുന്നത് വരെ പുറപ്പാട് പുസ്തകം നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അവസാനത്തെ അധ്യായ വചനങ്ങളിൽ മേഘം ഉയരുന്നത് വരെ ഇസ്രായേൽക്കാർ ഇങ്ങനെ കാത്തിരുന്നു. മേഘം ഉയരുമ്പോൾ അതിൻ്റെ പുറകെ യാത്ര ചെയ്തു. അപ്പൊ കുറ്റി അടിച്ചതും കുറ്റി പറിച്ചതും ഏത്? ഇസ്രായേൽ ജനത്തിന്റെ കൂടാരത്തിന്റെ കുറ്റി അടിച്ചത്, എവിടെ താമസിക്കണമെന്ന് തീരുമാനിച്ചത്, എങ്ങനെ യാത്ര ചെയ്യണമെന്ന് തീരുമാനിച്ചത് മുകളിൽ മേഘം ദൈവ സാന്നിധ്യത്തിനനുസരിച്ചാണ്. അപ്പോൾ ഈ കടലിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ആരാണ്? പറ, ദൈവം അല്ലേ? അപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യം, ഇതെന്നാ പരിപാടിയാ? ഇതെന്ത് പരിപാടിയാണ്? ഈ ചെങ്കടൽ കടക്കാതെ അപ്പുറത്തോട്ട് പോകാമല്ലോ. എന്തിനാ ഈ പിന്നെ ഈ ചെങ്കടൽ കടക്കാൻ ഈ കടലിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത് എന്തിനാന്ന്? ഇതെന്തിനാ ഇതിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചോദിക്കുന്നില്ലേ, എൻ്റെ ദൈവമേ, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങനെ എല്ലാം ചെയ്തത്, ഇതെല്ലാം ചെയ്തത്, എന്നിട്ട് എന്തിനാ എന്നെ കടലിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? ഒരു മര്യാദ വേണ്ടേ? ഇനി എന്താ ചെയ്യേണ്ടത്? ഇറങ്ങി ഓടാന്ന് വിചാരിച്ചത് പറ്റത്തുമില്ല. എന്താ ചെയ്യണ്ടേ? ഒരു പിടുത്തം കിട്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു മാസം മുമ്പ് നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്ന ഒരു ഭാര്യയും ഭർത്താവും ഡൽഹിയിലാണ് അവർ താമസിക്കുന്നത്. എനിക്ക് ഇവർ ഇച്ചിരി പരിചയമുണ്ട് ഡൽഹി വെച്ച്. അപ്പൊ അതുകൊണ്ട് നാട്ടിൽ വന്നപ്പോൾ ഈ ഭാര്യ, ഈ കുടുംബനാഥ എന്നോട് പറഞ്ഞു, അച്ഛാ ഇതെന്റെ അവസാനത്തെ ശ്രമമാണേ. ഞാൻ ചോദിച്ചു എന്തിനെ കുറിച്ചാ? അച്ഛാ എൻ്റെ ജീവിത പങ്കാളി അച്ഛൻ അറിയാമല്ലോ, ഇതെന്റെ അവസാനത്തെ ശ്രമമാണ് അച്ഛാ. കർത്താവ് ഇടപെടണം അച്ഛാ, കർത്താവ് ഇടപെടണം. നിങ്ങൾക്കറിയോ, ഈ ജീവിത പങ്കാളിയുമായിട്ട് ഇവിടെ വന്നു, പക്ഷേ ഈ മനുഷ്യൻ പിടുത്തം തന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനത്തിൻ്റെ ദിവസങ്ങളിൽ ഞാൻ ഓരോരുത്തരെയും കണ്ട് പ്രാർത്ഥിക്കും, അവരെയൊക്കെ വിളിക്കും. ഇയാൾ വന്നില്ല, ഇയാൾ വന്നില്ല. ഭാര്യ ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ദേ അയാൾ അച്ഛൻ്റെ അടുക്ക വന്നിട്ടില്ല, അയാളെ ഒന്ന് കാണണ്ടേ. ഞാൻ പറഞ്ഞു കാണാം, ദൈവം ഇടപെടും. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ കൃത്യമായ ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ട് എന്നുണ്ട്. പക്ഷെ എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മര്യാദയ്ക്ക് കുമ്പസാരിച്ചോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ധ്യാനത്തിൻ്റെ അവസാന ദിവസം എല്ലാവർക്കും ഒരു സമ്മാനം പോലെ ഒരു വചനം കൊടുക്കും. വചനം സ്വീകരിക്കാൻ ഇയാൾ ഗതികേട് കൊണ്ട് മുമ്പിൽ വരണം. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ തോളിൽ പിടിച്ചിട്ട് പറഞ്ഞു, ദേ ഇത് കഴിഞ്ഞിട്ട് എന്നെ കണ്ടിട്ട് വേണം പോകാൻ, എന്നെ കണ്ടിട്ട് വേണം, ഇത് അവസാനമെങ്കിലും എൻ്റെ കൈ കിട്ടട്ടെ എന്നോർത്ത് കൈ പിടിച്ചതാ. ഇയാൾ വന്നില്ല. എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി. ഇയാൾ വന്നില്ല. കാരണം ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടിയിട്ട് അദ്ദേഹത്തിന് എൻ്റെ മുമ്പിൽ വന്നു. കാരണം ഞങ്ങൾ തമ്മിൽ പരിചയമൊക്കെ ഉണ്ട്, പല കാര്യങ്ങളും അറിയാം. ഒരുപക്ഷെ അതിൻ്റെ അപമാന ഭാരം കൊണ്ടായിരിക്കാം. പക്ഷെ പുള്ളി വന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടം. ആ ഭാര്യ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് പോകുന്നതിന് മുമ്പ്, അച്ഛാ ഞാൻ പ്രാർത്ഥിച്ച് കല്യാണം കഴിച്ചതാ അച്ഛാ, ഞാൻ പ്രാർത്ഥിക്കാഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ പ്രാർത്ഥിച്ച് കല്യാണം കഴിച്ചതാ, അല്ലാതെ ഇത് ഞാൻ പോയി കണ്ടുപിടിച്ചൊന്നുമല്ല. ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. അങ്ങനെയുള്ള ആളാ. പക്ഷെ അച്ഛാ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേർ വിപരീതം. എന്താ ചെയ്യേണ്ടെന്ന് അറിഞ്ഞുകൂടെന്ന്. കടലിന്റെ മുമ്പിൽ നിൽക്കുന്ന സ്ത്രീ, ഏത് കടല്? ചെങ്കടല് ഇങ്ങനെ പരന്ന് കിടക്കുക. ദൈവം പറഞ്ഞിട്ടല്ലേ ഞാൻ എത്തിയത്, ഇതെന്നാ മര്യാദയെ, മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. വല്ലാത്ത വിഷമം. ഇട്ടിട്ട് പോകാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽക്കാരുടെ അവസ്ഥ എന്താ? പുറകെ വരുന്നു ആര്? ഫറവോയും കൂട്ടരും. ഇതെങ്ങോട്ട് പോകും? അച്ഛ ഇട്ടിട്ട് പോകാൻ പറ്റൂ, 2 കുഞ്ഞുങ്ങളുണ്ട്. പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ലല്ലോ ഈ കടലിന്റെ മുമ്പിൽ കൊണ്ട് എന്നെ നിർത്തിയിരിക്കുന്നത്. എന്തിനാ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞ ഒറ്റ ഉത്തരവേ ഉള്ളൂ, സഹോദരി ദൈവമാണോ കൊണ്ടുവന്നത്? ദൈവത്തിനൊരു വഴിയുണ്ട്. അച്ഛ ഇതെങ്ങനെ മനസ്സിലാകും? എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെ വിഷമം, ഭാരം. ആ ദിവസങ്ങൾ കണ്ണുനീരോടെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ സംഭവിച്ചൊരു കാര്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ പറയാം. സംഭവിച്ചത്, ഇവരിത് കഴിഞ്ഞിട്ട് തിരിച്ച് ഡൽഹിയിലേക്ക് പോയി. ഇദ്ദേഹത്തിന് ഇവിടുത്തെ ധ്യാനം കഴിഞ്ഞ ദിവസം മുതൽ ഉറക്കം കിട്ടുന്നില്ല. സാധാരണഗതിയിൽ ധ്യാനം കൂടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം? അല്ലേ? കിട്ടണ്ടേ? ഇപ്പൊ ഇവിടെ വന്നിരുന്നപ്പോ തന്നെ ദേ എന്ത് കിട്ടി? ഉറക്കം. കണ്ടില്ലേ? അതിരിക്കുന്ന ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം അല്ലേ? വീട്ടിലിരുന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല, പക്ഷെ ധ്യാനകേന്ദ്രത്തിൽ വന്ന് ഇരുന്നു, ഉറക്കം. അപ്പൊ സാധാരണഗതിയിൽ മനുഷ്യന് കിട്ടേണ്ട അതാണ്, നല്ല ഉറക്കം കിട്ടും അല്ലേ? പക്ഷെ ഈ മനുഷ്യന് ധ്യാനം കൂടി കഴിഞ്ഞ് ഉറക്കം പോയി. പ്രിയപ്പെട്ടവരെ, ഇവിടുന്ന് പോയി 4-5 ദിവസം കഴിഞ്ഞ് ഞായറാഴ്ച ദിനത്തിൽ അവരുടെ ഇടവകപ്പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഭാര്യയോട് ഈ മനുഷ്യൻ പറഞ്ഞു, എടി
എനിക്കൊരു നല്ല കുമ്പസാരം നടത്തണം. ഭാര്യ വാവളിച്ചു നോക്കി, ഇതേ കഴിഞ്ഞ ആഴ്ചയല്ലേ ധ്യാനം കൂടി വന്നത്, ഇനിയിപ്പോ എന്ത് കുമ്പസാര, എന്താ ചേട്ടൻ എന്നാ ഉദ്ദേശിക്കണേ? അതേടി, എനിക്കൊന്ന് ഹൃദയം തുറന്ന് കുമ്പസാരിക്കണം. അവരിടവക പള്ളിയിൽ പോയി കുമ്പസാരിച്ചു. അദ്ദേഹം തിരിച്ചു വന്ന് ആദ്യം ചെയ്ത പ്രവൃത്തി ഭാര്യയുടെ കാലിൽ വീണ് മാപ്പ് ചോദിച്ചു. അതിനുശേഷം അദ്ദേഹം എനിക്കൊരു നീണ്ട വോയിസ് മെസ്സേജ് അയച്ചു. ആദ്യം അദ്ദേഹം പറഞ്ഞ, അച്ഛാ റിയലി സോറി, എന്നോട് ക്ഷമിക്കണം, എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു അച്ഛാ, എനിക്ക് ഇന്നാണ് എൻ്റെ തലയ്ക്കകത്ത് പ്രകാശം നിറഞ്ഞത്, എനിക്ക് ബോധം വന്നത് അച്ഛാ, അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇപ്പോൾ ഈ കുടുംബം കടന്നു പോകുന്ന സന്തോഷം ഉണ്ടല്ലോ, ഈ കുടുംബം കടന്നു പോകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. കടലിന്റെ മുമ്പിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ കടല് കടക്കാനുള്ള വഴിയും കൂടെ ദൈവം അതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒച്ചത്തിപ്പറ ആമേൻ, ആമേൻ. സംഭവിക്കുന്നു. നിന്നെ കടലിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ടോ എന്ന് അങ്ങോട്ട് നോക്കിയിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പക്ഷേ ബൈബിളിൽ ഒരു വചനം നമ്മൾ പഠിച്ചിട്ടില്ലേ? യേശു എന്തു ചെയ്യണമെന്ന് നേരത്തെ കരുതിയിരുന്നു. കടലിന്റെ മുമ്പിൽ കൊണ്ട് ഇസ്രായേൽ ജനത്തെ നിർത്തി. ഇസ്രായേൽ ജനം നോക്കിയിട്ട് കടല് മാത്രമേ, വെള്ളം മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ ദൈവം കണ്ടതെന്താണ്? ആ കടലിന്റെ നടുവിൽ വരണ്ട നിലം ആര് കണ്ടിട്ടുണ്ട്? ദൈവം കണ്ടിട്ടുണ്ടെന്ന്. ആ വരണ്ട നിലത്തൂടെ ഇസ്രായേൽ ജനം കടന്നു പോകുന്ന ദൈവം കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ചോണേ, ഇത് നിങ്ങളുടെ ജീവിതത്തിലും പ്രായോഗികമായി സ്വീകരിക്കേണ്ട ഒരു പാഠമാണ്. വെറുതെ ഇവിടെ ഇരുന്ന് കേട്ടിട്ട് പോകാനല്ല, മറിച്ച് എൻ്റെ ദൈവമേ, ഞാൻ നിൽക്കുന്ന കടലും ഞാൻ നിൽക്കുന്ന പ്രതിസന്ധിയും ഞാൻ നിൽക്കുന്ന മലയും എൻ്റെ മുമ്പിൽ പ്രതിസന്ധിയാണ്, ഉത്തരമില്ല. പക്ഷെ കർത്താവേ, അങ്ങയുടെ മനസ്സിൽ അതിനുള്ള ഉത്തരമുണ്ട്. ശ്രദ്ധിപ്പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്റെ ബുദ്ധിയിൽ തോന്നുന്നതല്ലെന്ന് ദൈവത്തിന്റെ മനസ്സിൽ ഈ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമുണ്ട്. പരീക്ഷയുണ്ടോ? പരിഹാരം അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആമേൻ. അടുത്തിരിക്കുന്ന ആളോട് പറ, പരീക്ഷയുണ്ടോ? പരിഹാരമുണ്ട്. ഉറപ്പ്. പരീക്ഷയുണ്ടോ? അവിടെ പരിഹാരമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 7-ാം തിരുവചനം വായിച്ചേ. 6-ാം തിരുവചനമാണ് നമ്മൾ ഇങ്ങനെ കണ്ടത്. യേശു ഇങ്ങനെ ചോദിച്ചത് എന്തു ചെയ്യണമെന്ന് മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നു. 7-ാം വചനം വായിച്ചേ. പീലിപ്പോസ് മറുപടി പറഞ്ഞു. എന്താ മറുപടി പറഞ്ഞെന്ന് വായിച്ചേ. ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കാൻ 200 ധനാറയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ല. പീലിപ്പോസ് സാധാരണക്കാരൻ, നമ്മളെ പോലെ ഒരുത്തൻ. അവൻ കണക്ക് കൂട്ടി. അവൻ എന്ത് ചെയ്തു? കണക്ക് കൂട്ടി. മുമ്പിൽ ഇരിക്കുന്നവരെ വെച്ചുകൊണ്ട്, കയ്യിലിരിക്കുന്നതിനെ വെച്ചുകൊണ്ട് കണക്ക് കൂട്ടാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇരിക്കുന്നത് എന്തും കൂട്ടിക്കൊണ്ടാ? കണക്കും കൂട്ടിക്കൊണ്ടാ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. നിന്റെ തലയിൽ ഒരു കണക്ക് നീ കൂട്ടി വെച്ചിട്ടുണ്ട്. നീ ഇങ്ങനെ ചിന്തിക്കുന്നത് ഇങ്ങനെയായിട്ട്, അങ്ങനെയായിട്ട്, ഇങ്ങനെ പോയിട്ട് എന്ത് കണക്ക് കൂട്ടൽ? നിന്റെ മനസ്സിലെ കണക്ക് കൂട്ടലല്ല, മറിച്ച് ഈശോ നോക്കുന്നത് നിന്റെ വിശ്വാസത്തെയാണ് നോക്കുന്നത്. ഹല്ലേലൂയാ. അല്ലാതെ നിന്റെ ബുദ്ധി, നിന്റെ കഴിവ്, നിന്റെ കണക്ക് കൂട്ടലുകൾ 100,000 കണക്ക് കൂട്ടലാണ്, അതല്ലെന്ന്. ദൈവം നോക്കുന്ന നിന്റെ വിശ്വാസത്തെയാണ്. ശിഷ്യന്മാര് നോക്കിയത് അപ്പം എടുത്ത് എണ്ണാൻ തുടങ്ങി. എന്നാൽ ഈശോ കണ്ടത് ഈ ജനക്കൂട്ടത്തിന്റെ മുമ്പിലേക്ക് കൊടുക്കുന്ന വലിയൊരു അത്ഭുത പ്രവൃത്തിയാണ്, വിശ്വാസത്തെയാണ് കണ്ടത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഏത് വിഷയത്തിന്റെ മുമ്പിലും അപ്ലൈ ചെയ്യണം. യെസ്, ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. സാമുവേലിന്റെ 1-ാം പ്രവചനം നിങ്ങൾക്ക് വായിച്ചു ധ്യാനിക്കാൻ മറ്റൊരു വചനഭാഗം എടുത്തു നോക്കിക്കോ. സാമുവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായം 47-ാം തിരുവചനം. ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 17 വേഴ്സ് 47. സാമുവേലിന്റെ 1-ാം പ്രവചനം 17:47. കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനതതി മനസ്സിലാക്കും. ഈ യുദ്ധം കർത്താവിൻ്റെതാണ്, അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. കണ്ടോ, ദാവീദ് പറയുവാണ്. ആരെക്കുറിച്ചാ പറയണത്? ഗോലിയാത്ത്. മുമ്പിൽ ഗോലിയാത്ത് നിൽക്കുന്നു. എല്ലാവരും കണ്ടത് ആരെയാ കണ്ടത്? ഗോലിയാത്തിനെ കണ്ടു, മഹാമാരി പോലെ നിൽക്കുന്ന ഗോലിയാത്ത്. പക്ഷേ ദാവീദ് കണ്ടത് ആരെയാ? ദൈവത്തെയാണ് കണ്ടത്. അതാ വ്യത്യാസം.
എല്ലാവരും കണ്ടത് മുമ്പിൽ ഇങ്ങനെ ഭീകരമായിട്ട് നിൽക്കുന്ന പ്രതിസന്ധി, എന്താ ചെയ്യേണ്ടെന്ന് അറിഞ്ഞുകൂടാ, ഈ പീറ ചെറുക്കൻ എന്തു ചെയ്യാനാണ്. പക്ഷേ ദാവീദ് കണ്ടത് മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധിയല്ല, മറിച്ച് പ്രതിസന്ധികൾക്ക് മുകളിലുള്ള ദൈവത്തെയാണ് കണ്ടത്. പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. ഇതൊരു ആത്മീയ പാഠമാണ്. ഏത് കണ്ണുനീരിന്റെയും ഏത് ദുഃഖത്തിന്റെയും ഏത് ചോദ്യത്തിന്റെയും മുമ്പിൽ നമ്മൾ കാണേണ്ടത് ചോദ്യത്തെയും പ്രശ്നത്തെയും അല്ല, മറിച്ച് നമ്മൾ കാണേണ്ടത് ഇതിന് പരിഹാരം നൽകുന്ന ദൈവത്തെയാണ്. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഈ പ്രശ്നം ചെറുതായി വരും. ദാവീദ് എന്ന് പറയുന്ന പീറ ചെറുക്കൻ ഈ ഗോലിയാത്തിനെ നോക്കിക്കൊണ്ടിങ്ങനെ വിഷമിച്ചോണ്ട് നിന്നു കഴിഞ്ഞാൽ ഈ ദാവീദിന് യുദ്ധം ചെയ്യാൻ പറ്റുമോ? ഇല്ലെന്ന്. കാരണം എന്താ? ഇവന്റെ പൊക്കം തന്നെ നോക്കി കഴിഞ്ഞാൽ പറ്റുമോ? കാരണം ഇവൻ ഇങ്ങനെ മഹാമാരി പോലെ നിൽക്കുന്ന ഗോലിയാത്തിനെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഈ പ്രശ്നത്തിലോട്ട് നോക്കിക്കൊണ്ട് നിന്നാൽ ദാവീദിന്റെ ഉള്ളിൽ എന്ത് വരും? അപകർഷതാബോധം വരും. ഞാൻ എന്തൊരു പൊക്കം കുറഞ്ഞവൻ, എനിക്കെന്ത് കഴിവുണ്ട്, എന്ത് പശ്ചാത്തലമുണ്ട് യുദ്ധം ചെയ്യാൻ, എനിക്ക് കഴിവൊന്നും ഇല്ലല്ലോ. ഈശോ നോക്കുന്നത്, ദേ ശ്രദ്ധിച്ചോളൂ, നിന്റെ കഴിവ്, നിന്റെ കുടുംബ പാരമ്പര്യം, നീ എന്ത് നേടി, നിന്റെ ബിരുദാനന്തര ബിരുദം ഒന്നുമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അങ്ങനെയൊക്കെ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ ഇന്ന കുടുംബത്തിലാണല്ലോ പിറന്നത്, ഞങ്ങളുടെ കുടുംബം ഇങ്ങനെയാണല്ലോ, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ, ഞാൻ ഇത്രയൊക്കെ ചെയ്ത് ആകപ്പാടെ തല്ലിപ്പൊളിയാണല്ലോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ മര്യാദയ്ക്കൊന്ന് മര്യാദയ്ക്ക് നല്ല ജോലി പോലും ഇല്ലല്ലോ, ഞാൻ നന്നായിട്ട് പഠിച്ചില്ലല്ലോ, അങ്ങനെ തുടങ്ങി കുറേ അധികം കുറവുകൾ. ദാവീദ് അവന്റെ കുറവിലേക്കല്ല നോക്കിയത്, മറിച്ച് പ്രശ്നത്തിന് പരിഹാരം നൽകുന്ന സ്വർഗസ്ഥനായ ദൈവത്തിങ്കിലേക്കാണ് നോക്കിയത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ചേ, അല്ല ഒച്ചത്തിലൊന്ന് വിളിച്ചേ, അല്പം കൂടെ ഒച്ചത്തിലൊന്ന് വിളിച്ചേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഏത് പ്രതിസന്ധിയിലും നമ്മൾ നോക്കേണ്ടത് പ്രശ്നത്തെയല്ല, മറിച്ച് പ്രശ്നത്തെ മറികടക്കാൻ നമുക്ക് നൽകുന്ന കൃപയാണ്. അത് സ്വർഗത്തിലേക്കാണ് നോക്കേണ്ടത്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത് 47-ാം തിരുവചനം, ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. പറഞ്ഞേ. അതായത് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി ഇത് ആരുടെയാ? എൻ്റെ പ്രതിസന്ധിയാണെന്നും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇരിക്കും. എന്നാൽ ഈ പ്രതിസന്ധി ഇത് ദൈവത്തിൻ്റെതാണ്. ദൈവം നോക്കിക്കൊള്ളും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം 20-ാം അധ്യായം അതിന്റെ 15-ാം തിരുവചനം. നമുക്ക് വളരെ പരിചിതനായ മറ്റൊരാളാണ് യഹോഷാഫാത്ത് എന്ന് പറയുന്നയാള്. ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം അതിന്റെ 20-ാം അധ്യായം, ചാപ്റ്റർ 20, 20-ാം അധ്യായത്തിന്റെ തുടക്കം തന്നെ കണ്ടാൽ നമുക്കറിയാം, ഇതാ യഹോഷാഫാത്ത് എന്ന് പറയുന്ന രാജാവിനെതിരെ 4 വശത്തു നിന്നും ആക്രമണം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? 20-ാം അധ്യായം 15-ാം തിരുവചനം വചനത്തിൽ ഇങ്ങനെയുണ്ട്. യഹസിയേൽ പറഞ്ഞു, യൂദായിലും ജെറുസലേമിലും വസിക്കുന്നവരും യഹോഷാഫാത്ത് രാജാവും കേൾക്കട്ടെ, കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. ആമേൻ, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. കാരണം നിങ്ങൾക്ക് പൊരുതാൻ ഇത്രയൊക്കെ കഴിവേ ഉള്ളൂ, നിന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. അടുത്തിരിക്കുന്ന ആളോട് പറയാം, നിന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. എന്നാൽ നീ തിരിച്ചറിയണം, നിന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. പക്ഷേ ദൈവമാണ് നിനക്ക് വേണ്ടി പൊരുതുന്നത്, ദൈവമാണ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, ദൈവമാണ് നിനക്ക് വേണ്ടി നിലകൊള്ളുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഇതങ്ങ് ചങ്കും കൂട്ടി അങ്ങോട്ട് വിശ്വസിച്ചോണം. യഹോഷാഫാത്ത് രാജാവിനോട് ദൈവിക സന്ദേശം കിട്ടിയത് അങ്ങനെയാണ്. കർത്താവ് നിന്നോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. പറഞ്ഞു കൊടുത്തേ, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. പറഞ്ഞേ, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് നമ്മൾ അത് മനസ്സിൽ കണ്ടോണം.
നമ്മൾ ഓരോ പ്രവർത്തിക്ക് മുമ്പിൽ, അതായത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എനിക്കിതിനുള്ള കഴിവുണ്ടോ, ഗുണമുണ്ടോ, കുടുംബ പാരമ്പര്യമുണ്ടോ, എന്താണ് എൻ്റെ അവസ്ഥ. ഇത് ചിന്തിച്ചാൽ നമുക്കൊന്നും സാധ്യമല്ല. നമ്മളിത് ചിന്തിക്കും തോറും നമ്മൾ ഇല്ലായ്മയിലേക്കും ഭയത്തിലേക്കും പോകും. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, ആദ്യം തന്നെ പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ നീ നിന്റെ കുറവിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. കേട്ടല്ലോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട വലിയ ആത്മീയ സത്യമാണിത്. പലതവണ പരീക്ഷ എഴുതി പരാജയപ്പെട്ട ഒരു പെൺകുട്ടി, കരച്ചിലും പിഴിച്ചിലും, അവൾ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, അച്ഛാ എന്നെ ആർക്കും വേണ്ട, എൻ്റെ വീട്ടുകാർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, ആർക്കും വേണ്ട. സംസാരിച്ചു വന്നപ്പോൾ ഇവള് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലതവണ പരീക്ഷ എഴുതി പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ പെണ്ണിന്റെ തലയ്ക്കകത്തോട്ട് കയറി, എൻ്റെ ജീവിതം തീർന്നു. ഇതാണിപ്പോൾ തലയ്ക്കകത്തിരിക്കുന്നത്. എൻ്റെ ജീവിതം തീർന്നു, ഞാൻ എന്ത് ചെയ്താലും ശരിയാവില്ല, ഞാൻ നന്നാവില്ല. ഈ നെഗറ്റീവ് കമാൻഡ് കൊടുത്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. പിശാചിന്റെ ഏറ്റവും വലിയ ആയുധമാണ് ഏത്? ഭയം. ആ വ്യക്തിയെ പുറകോട്ട് വലിക്കും, എല്ലാ കാര്യത്തിൽ നിന്നും പുറകോട്ട് വലിക്കും. എന്നാൽ നിനക്ക് വേണ്ടി പൊരുതും ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞാൽ അത്ഭുതകരമായ പ്രവൃത്തി നിനക്ക് വേണ്ടി ദൈവോടെ പ്രവർത്തിക്കും. ശ്രദ്ധ പറ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഴിഞ്ഞ നാളില് ആഫ്രിക്കയില്, കെനിയയില് ഞങ്ങളുടെ വലിയ ശുശ്രൂഷ കേന്ദ്രങ്ങളുണ്ട്. അപ്പൊ അവിടെ ഒരു ധ്യാന ശുശ്രൂഷയ്ക്ക് എന്നും എൻ്റെ പ്രിയരെ, അവിടെ ധ്യാന ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ അവിടെയുള്ള ദൈവജനം, അവിടുത്തെ ശുശ്രൂഷ, ഇതിനെയൊക്കെ കണ്ട് ഞാൻ വളരെ ആശ്ചര്യത്തോടുകൂടെ നിൽക്കുമ്പോൾ അവിടുത്തെ ഡയറക്ടർ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഇന്നീ കാണുന്നതൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ പിന്നിൽ ദൈവകരമാണ്. ഈ പ്രദേശം കെനിയയിൽ തീക്ക എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. തീക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡ്രൈ ലാൻഡാണ്. ആ പ്രദേശം ഒരു വല്ലാത്ത മരവിപ്പിൻ്റെ ഒരു സ്ഥലമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു മര്യാദയ്ക്കുള്ളൊരു ജീവിതം തന്നെ സാധ്യമല്ലെന്ന് പലരും വിധി എഴുതിയ സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വിൻസെൻഷൻ അച്ഛന്മാർ, ഇവിടുന്നൊക്കെ പോയ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാര്, അവരവിടെ ചെന്ന് അവരവിടെ ഒരു ധ്യാന ശുശ്രൂഷ കേന്ദ്രം ആരംഭിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചേ, മലയാളികളായിട്ടുള്ളവര് മറ്റൊരു ദേശത്ത്, മറ്റൊരു കൾച്ചറ്, മറ്റൊരു ജീവിത സാഹചര്യം, അവിടെ ചെന്നൊരു ധ്യാന ശുശ്രൂഷ കേന്ദ്രം. ധ്യാന ശുശ്രൂഷയുടെയൊക്കെ ആരംഭ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട മാത്യു നായ്ക്കമ്പറമ്പിലച്ഛൻ ആ മണ്ണിൽ വന്ന് പ്രാർത്ഥിക്കാൻ വന്നു. അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവിടെ 24,000 പേര് വന്ന് ധ്യാനിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കൂടെ നിന്നിരുന്ന 1-2 അച്ഛന്മാരൊക്കെ ചിരിച്ചു. കാരണം ഇവിടെ ഇപ്പം മര്യാദയ്ക്ക് ആരും തന്നെ ഇല്ല, പിന്നെയാണ് 24,000 പേര്. പക്ഷേ കണ്ണും പൂട്ടി വേറെ 1-2 അച്ഛന്മാർ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയരെ, ശുശ്രൂഷാ കേന്ദ്രം വളർച്ച അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ആ ദേശമാണ്. ഇവര് അവിടെ ഒരു ഷെഡ് പണിയാൻ വേണ്ടി തന്നെ കൊണ്ടുപോയിട്ടിരുന്ന കമ്പിയും കല്ലും മണ്ണും എല്ലാം നാട്ടുകാർ വാരിക്കൊണ്ടുപോയി. അതാണ് ആ സ്ഥലത്തിൻ്റെ അവസ്ഥ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമേൽ ദുരിതം പിടിച്ച അവസ്ഥ. ജീവിതത്തിൽ ഇൻസെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നത്, സുരക്ഷിതത്വം അത്രമേൽ ഇല്ല എന്ന് സ്വയം തോന്നിപ്പോകുന്ന അവസ്ഥ. എന്നാൽ വർഷങ്ങൾ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ ശുശ്രൂഷ, അവിടുത്തെ രാത്രി പ്രാർത്ഥനയ്ക്ക് വരുന്ന ദൈവജനത്തിന്റെ എണ്ണം എത്ര എന്നറിയോ? കഴിഞ്ഞ മാസത്തിലെ രാത്രി പ്രാർത്ഥനയ്ക്ക് വന്നത് 24,000 പേര്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, നിങ്ങൾക്കറിയോ ഈ വർഷം ജനുവരി 1-ാം തീയതി പുതുവത്സരം ആഘോഷിക്കാൻ അവിടെ തടിച്ചുകൂടിയ ജനത്തിന്റെ നമ്പർ അറിയോ? 53,000 കസേരയാണ് അവിടെ ഇട്ടത്. എത്ര കസേര? 53,000 കസേര. ആ ഡയറക്ടർ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ കസേര നമുക്ക് വാങ്ങി ഇവിടെ ഇടാൻ സ്ഥലമില്ല അച്ഛാ, സ്ഥലമില്ല. നമ്മുടെ ഇവിടുന്ന് പോയ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവരാരും തന്നെ വലിയ ഡോക്ടറേറ്റ് നേടിയവരും വലിയ വലിയ ഭാഷാ വൈദഗ്ധ്യം ഉള്ളവരൊന്നും അല്ലെന്ന്. ഇവിടുന്ന് പോയ നമ്മുടെ ആൻഡോ ചെറുപ്പറമ്പിലച്ഛൻ ഞാൻ കണ്ടു. ആ മനുഷ്യൻ രാവിലെ കുത്തിയിരുന്ന് 2 മണിക്കൂറാണ് ഇംഗ്ലീഷിൽ ഭാഷാ പ്രയോഗം പഠനം നടത്തിയിട്ട വചന ശുശ്രൂഷയ്ക്ക് കയറുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ മാനുഷികമായ കഴിവ് ഒന്നും ഇല്ലെന്ന്. ആർക്കാ ഉള്ളത് മാനുഷികമായ കഴിവ്? അത്രമേൽ വലിയ ജ്ഞാനം, അത്രമേൽ വലിയ വെളിപ്പെടുത്തലുകൾ ഒന്നും ഉള്ളവരല്ല സാധാരണപ്പെട്ട വൈദികർ. ഒറ്റ കാര്യമുള്ളൂ, തമ്പുരാൻ കർത്താവിൽ ആശ്രയിച്ചു. ദൈവത്തിന് ഒരു പദ്ധതിയുണ്ടെന്ന്. രാത്രിയും പകലും
ആ ദേശത്തേക്ക് ദൈവജനം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, ആ മണ്ണിൽ നിൽക്കുമ്പോൾ ഒറ്റ കാര്യം, ഒരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞിടത്ത്, വരണ്ട ഇടത്ത്, വലിയ ഇൻസെക്യൂരിറ്റി ഉള്ള സ്ഥലത്ത് ദൈവം പ്രവർത്തിക്കുന്ന വഴി അത്രയൊക്കെ ദൈവജനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോണ്ടല്ലോ, നമ്മൾ അറിയാതെ കൈയടിച്ച് ഡാൻസ് ചെയ്ത് പാടിപ്പോവും. ശ്രദ്ധി പറഞ്ഞ ഹല്ലേലൂയാ, 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 പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യഹോഷാഫാത്ത് പറഞ്ഞ കാര്യമാണ്. എന്താണ് പറഞ്ഞത്? ഈ യുദ്ധം നിങ്ങളുടേതല്ലെന്ന്, നിങ്ങളുടേതാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനേ സമയമുള്ളൂ. നിന്റെ ഉള്ളിൽ കുറവുകൾ വരും. എന്നാൽ സർവശക്തനായ ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ ഈ യുദ്ധം ദൈവം ഏറ്റെടുക്കും. അടുത്തിരിക്കുന്ന ആളോട് പറ, ഈ യുദ്ധം ദൈവം ഏറ്റെടുക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 40-ാം തിരുവചനം ഒന്ന് വായിച്ചേ. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 11. എന്തിനെന്നറിയോ? ഈ ലാസർ മരിച്ചിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഈശോ ചെന്നത്? എത്ര ദിവസം കഴിഞ്ഞിട്ടാ? 4 ദിവസം അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദ പശ്ചാത്തലത്തിൽ 3 ദിവസം വരെയാണ് ഒരാളുടെ ആത്മാവ് ആ വ്യക്തിയുടെ ശരീരത്തിൽ തങ്ങി നിൽക്കുന്നത് അവർക്കൊരു വിശ്വാസ രീതിയുണ്ട്. എന്നാൽ അതും കഴിഞ്ഞ് ഇതാ ലാസറിന്റെ അവസ്ഥ, സകലതും തീർന്നുവെന്ന് ചിന്തിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് ഈശോ കടന്നു ചെല്ലുന്നത്. 11-ാം അധ്യായം 40-ാം തിരുവചനം ഒന്ന് വായിച്ച. 40-ാം തിരുവചനം. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഹല്ലേലൂയാ, സകലതും തീർന്നു. മനുഷ്യര് നോക്കിയത് ചീഞ്ഞഴിഞ്ഞു തുടങ്ങിയ ലാസറിന്റെ ശരീരം. വീട്ടുകാര് കണ്ടത്, നാട്ടുകാര് കണ്ടത് ചീഞ്ഞഴിഞ്ഞ ലാസറിന്റെ ശരീരം. പക്ഷേ ഈശോ കണ്ടത് ഏതാ? ഈ ദൈവജനത്തിന്റെ മുമ്പിൽ നിവർന്നു നിൽക്കുന്ന ലാസർ. ആമേൻ, ആമേൻ. നീ ഇങ്ങനെ പലതിനെയും വിധി എഴുതി മാറ്റി നിർത്തിയിട്ടുണ്ടാവും. ഇത് ശരിയാവത്തില്ല, ഇവൻ നന്നാവത്തില്ല, ഇത് തീർന്നു, ഇത് ചീഞ്ഞഴിഞ്ഞു, ഇത് കെട്ടപ്പെട്ടു, ഇത് കല്ലറയിലാണ്, ഇത് രക്ഷപ്പെടത്തില്ല എന്ന് നീ ആരെ കുറിച്ചെങ്കിലും വിധി എഴുതിയിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ നിന്റെ വീട്ടിലുള്ളവരെ കുറിച്ച് നീ അങ്ങനെ വിധി എഴുതിയിട്ടുണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം. നിങ്ങൾ ആരെയും കുറിച്ചെങ്കിലും ഇത് കീറി, വട്ടം കീറി ഇട്ടു, തീർന്നു, പോയി, ഇത് പോയി, ഇനി രക്ഷപ്പെടത്തില്ല എന്ന് നിന്റെ മാനുഷിക ബുദ്ധിയിൽ നീ കരുതി എഴുതി കീറിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഈ വചന ശുശ്രൂഷ സമയത്ത് ഈശോ നിന്നോട് പറയുന്നു, ദേ ദൂരെ കളയാൻ വരട്ടെ, കീറാൻ വരട്ടെ. നീ കാണാത്തൊരു കാര്യം നിന്റെ ദൈവം, സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി കാണിച്ചു തരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും. അതാണ് ആ വചനത്തിന്റെ അർത്ഥം. നീ ഇതിങ്ങനെ ഏറ്റെടുത്തോണം. നിന്റെ ജീവിതത്തിൽ ചീഞ്ഞഴിഞ്ഞിയ ഒരു അവസ്ഥയുണ്ടാവും, തകർന്ന് തരിപ്പണമായി ജപ്തി വന്നിരിക്കുന്ന അവസ്ഥ, ഇനി ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥ. ജീവിതത്തിൽ മറ്റെല്ലാവരും എന്നെ നശിപ്പിച്ചു, ഇനി ഒന്നും എനിക്കില്ല, ചതിക്കപ്പെട്ടു ഉണ്ടാവും. ഓരോരോ അനുഭവങ്ങൾ ഉണ്ടാകും. ഒത്തിരി സ്വപ്നങ്ങളോടുകൂടെ മക്കളെ വളർത്തി വലുതാക്കിയിട്ട് അവര് തോന്നിയതുപോലെ പോയതിന്റെ സങ്കടം പേറുന്ന മാതാപിതാക്കളുണ്ട്. എൻ്റെ പ്രിയരെ, ഒന്നും കീറിക്കളയാൻ വരട്ടെ, ഒന്നും നീ തള്ളിക്കളയാൻ വരട്ടെ. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. മനുഷ്യബുദ്ധിയിൽ ചീഞ്ഞളിഞ്ഞുവെന്ന് കരുതുന്ന കാര്യത്തിന്റെ മുമ്പിൽ തമ്പുരാൻ കർത്താവ് പ്രവർത്തിക്കും. വിശ്വസിക്കുന്നവർ 2 കരങ്ങൾ ഉയർത്തി നല്ല ഒച്ചത്തിൽ ഒരു ആമേൻ പറഞ്ഞേ. അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ. ആമേൻ, ആമേൻ. വിശ്വസിച്ചാൽ ദൈവമഹത്വം സംഭവിക്കും. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ ജോസഫ് നിന്നെ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ടെന്ന് വായിച്ചോ. നല്ല വചനമാണ്. ജോസഫ് ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം അതിന്റെ 20-ാം തിരുവചനം. ഉൽപ്പത്തി പുസ്തകം, ആ പുസ്തകം തന്നെ അവസാനിക്കുന്നത് ഈ ജോസഫിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാം തിരുവചനം. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷെ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വർഗത്തിലെ ദൈവം ഇന്ന് നീ കണക്കാക്കുന്ന തിന്മ, ഇന്ന് നീ കണക്കാക്കുന്ന ഭാരം, പരീക്ഷ, അതിന്റെ മുകളിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉള്ളവരൊന്ന് ചാടി എഴുന്നേറ്റ് നിന്നെ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ ഏറ്റെടുക്കണം. നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ എത്ര ഭാരപ്പെട്ടതാവട്ടെ, ഒരുപക്ഷെ നീ ചിന്തിക്കും, എന്നെ ഈ കുഴിയിൽ നിന്ന് ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റില്ല,
എന്നെ ആശ്വസിപ്പിക്കാൻ ആർക്കും പറ്റില്ല, എൻ്റെ വിഷമം അത്ര വലുതാണ്. ആയിക്കോട്ടെ, എന്നാൽ നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ, നിവർത്തി ഉയർത്തിപ്പിടിച്ചോ. നമ്മുടെ കൈകൾ ശൂന്യമാണ്, ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. നമ്മൾ പാവപ്പെട്ട മനുഷ്യരാണെന്ന് അഭിമാനിക്കാൻ ഒന്നുമില്ല. നിന്റെ ബിരുദാനന്തര ബിരുദമോ കുടുംബ പാരമ്പര്യമോ നീ ബാങ്കിൽ ഉണ്ടാക്കി വെച്ച സമ്പത്തോ നീ ഈ ഭൂമിയിൽ എന്ത് നേടിയെന്ന് കരുതുന്ന ഒന്നും നിന്റെ മുമ്പിൽ ഈ വിഷയത്തിൽ നിനക്ക് ഉത്തരമല്ല. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. സകലതും തീർന്നുവെന്ന് നീ ചിന്തിക്കുന്ന ഘട്ടത്തിൽ യഹോവയിരേ, ദൈവം നിനക്ക് വേണ്ടി പ്രദാനം ചെയ്യും, ദൈവം എനിക്ക് വേണ്ടി പ്രദാനം ചെയ്യും. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് മനസ്സിൽ നമ്മളത് കാണണം. ഈശോ മനസ്സിൽ നേരത്തെ കണ്ടിരുന്നു ആ പ്രശ്നത്തിനുള്ള പരിഹാരം. അബ്രാഹാം ഇതാ മോറിയ മലയിലേക്ക് മകനെയും കൊണ്ട് പോകുമ്പോൾ ആ മലയുടെ അപ്പുറത്തെ വശത്ത് ആ പ്രശ്നത്തിനുള്ള പരിഹാരം ഉയർത്തപ്പെട്ടിരുന്നു എന്നുള്ളതുപോലെ തന്നെ 5 അപ്പം 10,000 വീതം വെക്കുമ്പോൾ കണക്ക് കൂട്ടി നോക്കി ശിഷ്യന്മാരുടെ മുമ്പിൽ ഈശോ പറഞ്ഞു, ഈ പ്രശ്നത്തിനുള്ള ഉത്തരം എൻ്റെ കയ്യിലുണ്ട്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. ചീഞ്ഞളിഞ്ഞ ലാസർ ഇനി രക്ഷപ്പെടില്ല എന്ന് ജനം പറഞ്ഞപ്പോൾ ഈശോ കണ്ടത് നിവർന്നു നിൽക്കുന്ന ലാസറിനെയാണ്. ദാവീദ് ഗോലിയാത്തിന്റെ മുമ്പിൽ നിന്നപ്പോൾ ഈ ഗോലിയാത്ത് എന്ന് പറയുന്ന മഹാമാരുവിനെ എങ്ങനെ കീഴ്പ്പെടുത്തണമെന്നല്ല ചിന്തിച്ചത്, മറിച്ച് ഈ ഗോലിയാത്തിനേക്കാൾ വലിയൊരു ദൈവമുണ്ടെന്നുള്ളൊരു ബോധ്യമാണ്. യഹോവയിരേ, ദൈവം എനിക്ക് പ്രദാനം ചെയ്യും. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ മനസ്സിൽ കാണണം, നിങ്ങളുടെ വീടിനെ മനസ്സിൽ കാണണം, നിങ്ങളുടെ മകനെയും മകളെയും മനസ്സിൽ കാണണം, ഇന്നത്തെ കണ്ണുനീരിനെ മനസ്സിൽ കാണണം, ഇന്നത്തെ നിങ്ങളുടെ വിഷമത്തെ മനസ്സിൽ കാണണം, സാമ്പത്തിക തകർച്ചയെ മനസ്സിൽ കാണണം, സ്ഥലം വിറ്റ് പോകാത്തതിന്റെ ദുഃഖം മനസ്സിൽ കാണണം, ഏതെങ്കിലും ബന്ധ തകർച്ചയാണെങ്കിൽ അത് കാണണം, ആരോടെങ്കിലും വെറുപ്പാണെങ്കിൽ അത് മനസ്സിൽ കാണണം, ആരെങ്കിലും നിങ്ങളെ ചതിച്ചതാണെങ്കിൽ അത് മനസ്സിൽ കാണണം, ഏതെങ്കിലും അധികാരി നിങ്ങളോട് മോശമായിട്ട് പറഞ്ഞതാണ്, പ്രവർത്തിച്ചതാണ്, നിങ്ങളെ തള്ളിക്കളഞ്ഞതാണെങ്കിൽ അത് മനസ്സിൽ കാണണം, അത് മനസ്സിൽ കാണണം. കൂടെ നിന്ന് അത്രമേൽ സ്നേഹിച്ചിട്ട് നിന്നെ ചതിച്ചൊരു സംഭവമാണെങ്കിൽ അത് മനസ്സിൽ കാണണം. ഏതാണോ നിന്റെ വിഷമം, ഏതാണോ നിന്റെ പരീക്ഷ, ഏതാണോ നിന്റെ സങ്കടം, അത് നീ മനസ്സിൽ കണ്ട് നീ നിന്നോട് തന്നെ പറയണം, ഈ മലയിൽ, ഈ പ്രതിസന്ധിയിൽ ദൈവം എനിക്ക് പ്രദാനം ചെയ്യും, ദൈവം എനിക്ക് പ്രദാനം ചെയ്യും. യഹോവയിരേ, ദൈവം എനിക്ക് പ്രദാനം ചെയ്യും. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോ യഹോവയിരേ, യഹോവയിരേ, ദൈവം നിനക്ക് പ്രദാനം ചെയ്യും, ദൈവം നിനക്ക് പ്രദാനം ചെയ്യും, ദൈവം നിനക്ക് പ്രദാനം ചെയ്യും. വിശ്വസിച്ച് ഏറ്റെടുക്കട്ടെ. ഈ കണ്ണുനീര് ഒരു അനുഗ്രഹമായിട്ട് മാറും. ഓ കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തിൽ പോരാ 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 കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. ഈശോയേ, ശക്തിയോടെ യഹോവയിരേ. യെസ്, the mighty power, the mighty power, the mighty power. കൈകളടിച്ച് ശക്തിയോടെ പോരാ, നന്നായിട്ട് കൈയടിച്ച് ശക്തിയോടെ വിശ്വസിച്ച്. ആമേൻ. ഇത് സംഭവിക്കട്ടെ. ആമേൻ. ആമേൻ. യെസ് യെസ്. വിശ്വസിച്ചാൽ ആമേൻ സംഭവിക്കട്ടെ. ആമേൻ. ചേർന്ന് പാടിക്കെ. വിശ്വസിച്ചാൽ, ഒച്ചത് പാടിക്കെ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആമേൻ. ആരാധിച്ച ദൈവത്തിന്റെ വിരുദ്ധം കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുണ പഠിക്കെ പഠിക്കെ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. സംഭവിക്കട്ടെ. ആരാധിച്ച ദൈവത്തിന്റെ വിരുദ്ധം കാണാം. ആമേൻ. ആശ്രയിച്ച ദൈവത്തിന്റെ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെ വിളിക്കട്ടെ 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 വിളിക്കട്ടെ. പോരാ 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 പോരാ. നാവ് തുറന്ന്, ഹൃദയം തുറന്ന് വിളിക്കട്ടെ. ദൈവജനം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മേൽ സംഭവിക്കപ്പെടട്ടെ.
വിശ്വസിച്ചാൽ ഒരു ദൈവമഹത്വം സംഭവിക്കും. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്റെ സങ്കടത്തെ എന്റെ കർത്താവ് അനുഗ്രഹമാക്കി മാറ്റും. ഓ ജീസസ്, ഐ ബിലീവ് ആൻഡ് ഐ ട്രസ്റ്റ് ഇൻ യു. കർത്താവ് ഇതിന്റെ മേൽ സംഭവിക്കട്ടെ. കർത്താവ് ഇതിന്റെ മേൽ സംഭവിക്കട്ടെ. കർത്താവ് വചനത്തിന്റെ ശക്തി എന്റെ മേൽ സംഭവിക്കട്ടെ. ആരാധന 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 ആരാധന. കർത്താവ് വിശ്വസിക്കുന്നു. രണ്ടു കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും ഇത് ഏറ്റെടുത്തോ. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. മകളെ ഓർത്ത് വളരെ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന അമ്മേ, മകളുടെ തെറ്റായ ജീവിതത്തിന്റെ വഴിയുടെ മുമ്പിൽ ദൈവം പ്രവർത്തിക്കും. അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ മതി. തള്ളിക്കളയണ്ട, തള്ളിക്കളയണ്ട, കീറിക്കളയണ്ട, മാറ്റിക്കളയണ്ട. ചീഞ്ഞഴിഞ്ഞതിനെ ദൈവം വീണ്ടും ഉയർത്തിയെങ്കിൽ, അസ്ഥികൾ വരണ്ടുണങ്ങി കിടക്കുന്നു, അവയെ ജീവനോടെ ഉയർത്തിയെങ്കിൽ ആ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. വിശ്വസിച്ചോ, നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ മക്കള് അവര് തോന്നിയതുപോലെയൊക്കെ പോവുകയാണല്ലോ എന്നുള്ള വലിയ ഭാരം ഒത്തിരി മാതാപിതാക്കളുടെ ചങ്കിന്റെ അകത്ത് കിടക്കുന്നുണ്ട്. കർത്താവ് പറയുന്നു, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. അവരെ തന്ന ദൈവമുണ്ട്. നിന്റെ കണക്കൂട്ടലല്ലെന്ന് ദൈവം പ്രവർത്തിക്കും. യെസ്, ഐ ബിലീവ് ആൻഡ് ഐ ട്രസ്റ്റ്. ഏതെങ്കിലും രോഗപീഠയുടെ മുമ്പിൽ വിഷമിച്ചു, ഈ രോഗം എൻ്റെ മരണത്തിലേക്കാണല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, യോഹന്നാന്റെ സുവിശേഷം 11:4 ഈശോ ലാസർ രോഗിയാണെന്നറിഞ്ഞപ്പോൾ കൊടുത്ത സന്ദേശം നിനക്കാണ്. ഈ രോഗം മരണത്തിൽ കലാശിക്കാനുള്ളതല്ല, മറിച്ച് ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. യെസ്, ഇത് നിന്റെ മേൽ സംഭവിക്കട്ടെ. ഓരോ വ്യക്തിയും അത് ഏറ്റെടുക്കുക. വലിയൊരു പ്രതിസന്ധിയാവും, സാമ്പത്തികമായ ഞെരുക്കം. കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഐ ബിലീവ് ആൻഡ് ഐ ക്ലെയിം. ഓരോ വ്യക്തിയും നെഞ്ചിൽ കരങ്ങൾ വെച്ച് വിശ്വസിക്കണം. ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിച്ചാൽ ഞാൻ ദൈവമഹത്വം ദർശിക്കും. കർത്താവ് അങ്ങ് എന്നോടാണിത് പറയുന്നത്. പരീക്ഷയുണ്ടോ? എനിക്ക് വേണ്ടി അങ്ങ് പരിഹാരം ഒരുക്കിയിട്ടുണ്ട്. 1 കൊരിന്തോസ് 10:13. അതേ, ഞാൻ വിശ്വസിക്കുന്നു. ശക്തി മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിനക്കുണ്ടായിട്ടില്ല. ദൈവം സർവശക്തനാണ്. നിന്റെ ശക്തിക്ക് അതീതമായ പരീക്ഷണങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. ഇന്ന് നീ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ആ പ്രതിസന്ധിയിൽ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നെറ്റിയിൽ കുരിശിലയാരം വരച്ച് സ്വയം പറയണം, ആമേൻ, ആമേൻ, ആമേൻ.